Hello everyone, welcome to our YouTube channel. ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. കൂടെ തന്നെ അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ എപ്പോഴൊക്കെ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ മുഴുവനായി കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസും സജഷൻസും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 11 ബയോളജിയുടെ ചാപ്റ്റർ 2 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്ന കിങ്ഡം ഫഞ്ചിയെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫഞ്ചി എന്ന് പറയുന്നത് കോസ്മോപൊളിറ്റൻ ആണ്. കോസ്മോപൊളിറ്റൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ക്യാൻ ബി സീൻ എവരിവെയർ, എല്ലായിടത്തും കാണാൻ പറ്റുന്ന ഒരു ഓർഗാനിസം ആണ് ഫഞ്ചി. അപ്പോൾ എവിടെയൊക്കെയാണ്? എയറിൽ കാണാം, വാട്ടറിൽ കാണാം, സോയിലിൽ കാണാം, ആനിമൽസ്, മറ്റ് പ്ലാന്റ്സ്, ഇങ്ങനെ എല്ലാ ഹാബിറ്റേറ്റ്സിലും നമുക്ക് ഫഞ്ചയെ കാണാൻ പറ്റും. ആൻഡ് ദേ പ്രിഫർ ടു ഗ്രോ ഇൻ വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസ്. അപ്പോൾ വാം പ്ലേസസിലും ഹ്യൂമിഡ് പ്ലേസസിലും വളരുന്ന ഫഞ്ചയുണ്ട്. സോ ദേ ഷോ എ ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി ഇൻ മോർഫോളജി ആൻഡ് ഹാബിറ്റ്. അപ്പോൾ അതിൻ്റെ ഹാബിറ്റേറ്റിലും അതിൻ്റെ മോർഫോളജിയിലും അത് ഒത്തിരി ഡൈവേഴ്സിറ്റി കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ ഫഞ്ചയെ കാണുന്നത് ഇപ്പോൾ ബ്രെഡിലൊക്കെ ചിലപ്പോൾ ഫംഗസ് പിടിച്ച് ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓറഞ്ച് അത് കുറച്ച് ചീഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് നമുക്ക് ഫംഗസ് വളരുന്നത് കാണാൻ പറ്റും. അല്ലാതെ നമ്മൾ കഴിക്കുന്ന എഡിബിൾ ആയിട്ടുള്ള മഷ്റൂംസ് അത് ഫഞ്ചയാണ്. ഏതൊക്കെയാണ് എഡിബിൾ ആയിട്ടുള്ള മഷ്റൂംസ് ഉണ്ട്, ടോഡ്സ്റ്റൂൾസ് ഉണ്ട്, ഇതൊക്കെ എഡിബിൾ ആയിട്ടുള്ളതുണ്ട്. ഏതൊക്കെയാണ് എഡിബിൾ മഷ്റൂംസ്? അഗാരിക്കസ് ബൈസ്പോറസ്, ലെൻറ്റിനസ് എഡോട്സ്, ഇതെല്ലാം എഡിബിൾ ആയിട്ടുള്ള മഷ്റൂംസ് ആണ്. അപ്പോൾ ഇതും ഫഞ്ചയാണ്. അതേസമയം പോയ്സണസ് ആയിട്ടുള്ള മഷ്റൂംസ് ഉണ്ട്. അതിന് എക്സാമ്പിൾ ആണ് ഡെത്ത് ക്യാപ്പ് എന്നറിയപ്പെടുന്ന അമാനിറ്റ ഫെലോയിഡ്സ് എന്ന് പറയുന്ന ആ സ്പീഷീസ് പോയ്സണസ് ആണ്. അതുപോലെ തന്നെ ഓട്ടം സ്കൾ ക്യാപ്പ് എന്ന് പറയുന്ന ഗലേറീന മാർജിനേറ്റ എന്ന് പറയുന്ന സ്പീഷീസ് പോയ്സണസ് ആണ്. ഓക്കെ, സോ എഡിബിൾ മഷ്റൂംസും അവൈലബിൾ ആണ്. പിന്നെ എന്താണ് ഫഞ്ചിയുടെ മറ്റ് യൂസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് ഈസ്റ്റ്. നമ്മൾ എന്തിനു ഉപയോഗിക്കും? ഇപ്പോൾ ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ബിയർ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്ന സാധനമാണ് എന്ത്? ഈസ്റ്റ്. അപ്പോൾ ഈസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? അതൊരു ഫംഗസ് ആണ്, ഒരു യൂണിസെല്ലുലാർ ഫംഗസ് ആണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ആന്റിബയോട്ടിക്സിന്റെ പ്രൊഡക്ഷന് ഫംഗസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് പെനിസിലിയം. നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള ആന്റിബയോട്ടിക്സിന് എക്സാമ്പിൾ ആണ് പെൻസിലിയം. അപ്പോൾ ഈ പെൻസിലിയം ആക്ച്വലി ഉണ്ടാക്കുന്നത് ഒരു ഫംഗസിൽ നിന്നാണ്. ഏതാണ് ഫംഗസ്? പെൻസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഓർഗാനിസം. ഓക്കെ, അതേസമയം തന്നെ ഫംഗസ് കുറേ അധികം അസുഖങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. പ്ലാന്റ്സിലായാലും ശരി, ആനിമൽസിലായാലും ശരി. അപ്പോൾ അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് വീറ്റ് റസ്റ്റ് കോസിങ് പക്സീനിയ. അപ്പോൾ പക്സീനിയ എന്ന് പറയുന്ന ഒരു ഫഞ്ചയാണ് ഈ വീറ്റ് പ്ലാന്റിൽ റസ്റ്റ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇപ്പൊ വീട്ടിൽ റസ്റ്റ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്ന പക്സീനിയ ഇതിന് വളരെ കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. അപ്പൊ അതൊക്കെയാണ് ഫംഗസിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫംഗസിന്റെ സ്ട്രക്ചറിനെ കുറിച്ചിട്ടാണ്. അപ്പൊ കിങ്ഡം ഫഞ്ചയിലെ ഓർഗാനിസംസ് എല്ലാം മൾട്ടി സെല്ലുലാർ ആണ് എക്സെപ്റ്റ് ഈസ്റ്റ്. ഈസ്റ്റ് മാത്രമാണ് കിങ്ഡം ഫഞ്ചയിലെ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം. ഏതാണ് യൂണിസെല്ലുലാർ ഓർഗാനിസം? കിങ്ഡം ഫഞ്ചയിലെ ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈസ്റ്റ് ഒഴികെ ബാക്കി എല്ലാ ഫഞ്ചയും മൾട്ടി സെല്ലുലാർ ആണ്. പിന്നെ ഫിലമെന്റസ് ഫോമിലാണ് അത് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ പ്ലാൻ ബോഡി നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഹൈഫേ എന്ന് പറയാം. ഓക്കെ, ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആ ഫിലമെന്റസ് ഫോം, അതിനെയാണ് നമ്മൾ ഹൈഫേ എന്ന് പറയുന്നത്. ഇനി ആ ഹൈഫയുടെ തന്നെ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈസീലിയം എന്ന് പറയുന്നത്. എന്താണ്? മൈസീലിയം. അപ്പോൾ ഈ ഫിഗർ നോക്കി അറിയാം, ഇത് ഫംഗസിന്റെ ഒരു ജനറൽ ബോഡി സ്ട്രക്ചർ ആണ്. അതിൽ നമുക്ക് ഹൈഫയും മൈസീലിയം ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഹൈഫേ എന്ന് പറയുന്നത് ഈ ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, ഈ ഫിലമെന്റസ് ഫോമിൽ കാണുന്നതാണ് ഹൈഫേ. ഇനി അതിൻ്റെ ഒരു നെറ്റ്വർക്ക്, അത് മുഴുവനായിട്ട് നമ്മളിങ്ങനെ ഒരു നെറ്റ്വർക്ക് പോലെ കാണുമ്പോഴാണ് അതിനെ നമ്മൾ എന്ത് പറയുക? മൈസീലിയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹൈഫയിൽ തന്നെ ചില ഹൈഫയിൽ സൈറ്റോപ്ലാസത്തിൽ ഈ ന്യൂക്ലിയസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സ്റ്റേജിലായിരിക്കും കാണപ്പെടുന്നത്. അത് ഈ ഫിഗർ നോക്കി അറിയാം. ഇതിൽ ഈ സൈറ്റോപ്ലാസത്തിനകത്ത് ഒത്തിരി ന്യൂക്ലിയസ് ഉണ്ട്, എന്നാൽ അതിനിടയ്ക്ക് ഒരു ക്രോസ് വാൾ ഇല്ല. ക്രോസ് വാൾ അല്ലെങ്കിൽ സെപ്റ്റം എന്നത് പറയും. ആ
സെപ്പറേഷൻ ഇവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ മൾട്ടി ന്യൂക്ലിയേറ്റഡ് സ്റ്റേജിലുള്ള സൈറ്റോപ്ലാസം ആണ് ഹൈഫയ്ക്കുള്ളതെങ്കിൽ അതിനെ നമ്മൾ സീനോസൈറ്റിക് ഹൈഫ എന്ന് പറയും. അതേസമയം ഇത് നോക്കുക, സെപ്റ്റേറ്റ് ഹൈഫ, അതിലാണെങ്കിൽ ഇടയ്ക്ക് ക്രോസ് വാൾസ് ഉണ്ട്. ഓരോ ന്യൂക്ലിയസിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ക്രോസ് വാൾസ് ഉണ്ട്, അല്ലെങ്കിൽ സെപ്റ്റം ഉണ്ട്. അങ്ങനത്തെ ഹൈഫയാണ് നമ്മൾ സെപ്റ്റേറ്റ് ഹൈഫ എന്ന് പറയുന്നത്. സെപ്റ്റേറ്റ് ഹൈഫ. ഓക്കെ, അതാണ് സീനോസൈറ്റിക് ഹൈഫയും സെപ്റ്റേറ്റ് ഹൈഫയും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഫംഗസിന്റെ സെൽ വാൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കൈറ്റിൻ കൊണ്ടും പോളിസാക്കറൈഡ്സ് യൂസ് ചെയ്തിട്ടാണ് ഫംഗസിന്റെ സെൽ വാൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഫംഗസിന്റെ ജനറൽ ആയിട്ടുള്ള സ്ട്രക്ചർ. ഇനി നമ്മൾ അതിന്റെ ന്യൂട്രീഷനും ഗ്രോത്തും ആണ് നോക്കുന്നത്. അപ്പോൾ മിക്കവാറും ഫംഗസും ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. ഹെട്രോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഹെട്രോട്രോഫിക്കിൽ തന്നെ സാപ്രോഫൈറ്റ്സ് ഉണ്ട്, പാരസൈറ്റ്സ് ഉണ്ട്. സാപ്രോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡെഡ് ഓർഗാനിക് മെറ്റീരിയൽസിൽ നിന്നും ന്യൂട്രീഷൻ എടുക്കുന്നതിനാണ് നമ്മൾ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുക. ഇനി മറ്റ് ലിവിങ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് നറിഷ്മെന്റ് എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരസൈറ്റിക് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും, സാപ്രോഫൈറ്റിക്കും പാരസൈറ്റിക്കും ഫംഗസിൽ കാണുന്നുണ്ട്. പിന്നെയുള്ളത് സിംബയോൺസ് ആണ്. സിംബയോൺസ് എന്ന് പറയുമ്പോൾ ആൽഗയുമായിട്ട് അസോസിയേഷനിൽ ജീവിക്കാം. അപ്പോൾ ഫംഗസും ആൽഗയും തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്, ഒരു മ്യൂച്വൽ ബെനിഫിറ്റിൽ ജീവിക്കുന്നതിനെയാണ് നമ്മൾ സിംബയോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ അസോസിയേഷനിൽ ഉണ്ടാകുന്ന ഓർഗാനിസം ആണ് ലൈക്കൺ. നമുക്കറിയാവുന്നതാണ്. ലൈക്കൺ എന്ന് പറയുന്നത് ഫംഗസിന്റെയും ആൽഗയുടെയും ഒരു മ്യൂച്വൽ കോമ്പിനേഷൻ ആണ്. അപ്പോൾ അതിൽ ഒരു ഓർഗാനിസം അതിന് ഷെൽട്ടർ കൊടുക്കുമ്പോൾ മറ്റേ ഓർഗാനിസത്തിന് അതിന് നറിഷ്മെന്റ് കിട്ടും. ഓക്കെ, അതാണ് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഫംഗസും ആൽഗയും തമ്മിലുള്ള ആ ഒരു അസോസിയേഷനെയാണ് നമ്മൾ സിംബയോൺസ് എന്ന് പറയുന്നത്. ഇനി ഈ ഫംഗസ് തന്നെ ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സിൽ വളരുമ്പോൾ ആ അസോസിയേഷൻ നമ്മൾ മൈക്കോറൈസ എന്ന് പറയും. മൈക്കോറൈസ. ഓക്കെ, സോ ഹയർ പ്ലാന്റ്സിന്റെ റൂട്ട്സിൽ ഫംഗസ് വളരുകയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? മൈക്കോറൈസ എന്ന് പറയും. ഓക്കെ, സോ അതാണ് അതിന്റെ ന്യൂട്രീഷനെ കുറിച്ചും ഗ്രോത്തിനെ കുറിച്ചും നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് കിങ്ഡം ഫഞ്ചൈയുടെ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കിങ്ഡം ഫഞ്ചൈയിൽ 3 ടൈപ്പ് റീപ്രൊഡക്ഷൻ ഉണ്ട്: വെജിറ്റേറ്റീവ്, അസെക്ഷൽ ആൻഡ് സെക്ഷൽ. ഓക്കെ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഏതൊക്കെ മോഡ് വഴിയാണ്? ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ, ബഡ്ഡിങ്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഫ്രാഗ്മെന്റേഷൻ വഴി, ഫിഷൻ വഴി, ബഡ്ഡിങ് വഴി, ഈ 3 മോഡ് വഴിയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ സ്പോർസ് യൂസ് ചെയ്തിട്ടാണ്. സ്പോർസ്, ബൈ മീൻസ് ഓഫ് സ്പോർസ്. ഏതൊക്കെയാണ് സ്പോർസ്? കൊനീഡിയ, സ്പൊറാൻജിയോസ്പോർസ്, സൂസ്പോർസ്, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പോർസ് വഴിയാണ് ഫഞ്ചൈയിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, സ്പോർസ് വഴി ഏതൊക്കെയാണ്? കൊനീഡിയ, സ്പൊറാൻജിയോസ്പോർസ്, സൂസ്പോർസ്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ ഏതൊക്കെ വഴിയാണ്? ഊസ്പോർസ്, ആസ്കോസ്പോർസ്, ബസിഡിയോസ്പോർസ്. ഓക്കെ, അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ മീൻസ് ഓഫ് oospores, ascospores, basidiospores. ഇനി spores are produced in distinct structures called fruiting body. അപ്പോൾ spores ഉണ്ടാകുന്നത് ഒരു ഡിസ്റ്റിങ്ക്റ്റ് സ്ട്രക്ചറിനുള്ളിൽ, ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിനുള്ളിലായിരിക്കും. ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഫ്രൂട്ടിംഗ് ബോഡി. ഓക്കെ, സോ അതിന് 3 ടൈപ്പ് റീപ്രൊഡക്ഷനും ഉണ്ട്: വെജിറ്റേറ്റീവ് ബൈ മീൻസ് ഓഫ് ഫ്രാഗ്മെന്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിങ്; അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ മീൻസ് ഓഫ് സ്പോർസ് കോൾഡ് കൊനീഡിയ, സ്പൊറാൻജിയോസ്പോർസ് ആൻഡ് സൂസ്പോർസ്; സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ മീൻസ് ഓഫ് oospores, ascospores and basidiospores. ഈ സ്പോർസ് എല്ലാം ഉണ്ടാകുന്നത് ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് സ്ട്രക്ചറിനുള്ളിലായിരിക്കും. ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഫ്രൂട്ടിംഗ് ബോഡി. ഇനി ഇതിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ എന്താ സംഭവിക്കുക? 2 ഹാപ്ലോയിഡ് ഹൈഫേ ഓഫ് കോമ്പാറ്റിബിൾ മേറ്റിംഗ് ടൈപ്പ്. അപ്പോൾ നോൺ കോമ്പാറ്റിബിൾ ആയിട്ടുള്ള മേറ്റിംഗ് ടൈപ്സ് തമ്മിൽ ഒരിക്കലും നടക്കില്ല, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കില്ല. ഓക്കെ, അപ്പോൾ കോമ്പാറ്റിബിൾ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ പ്ലസ് സ്ട്രെയിൻ, മൈനസ് സ്ട്രെയിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്ലസ് സ്ട്രെയിനും മൈനസ് സ്ട്രെയിനിലുമുള്ള ഹൈഫേ, ഹാപ്ലോയിഡ് ഹൈഫേ തമ്മിൽ അടുത്ത് വരിക, എന്നിട്ട് അത് ഫ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിലെ സ്റ്റേജസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 സ്റ്റേജസ് ആണ് ഇതിലുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്ലാസ്മോഗമി. പ്ലാസ്മോഗമി എന്ന് പറയുമ്പോൾ ഈ പ്ലസ് ആൻഡ് മൈനസ് സ്ട്രെയിനിലുള്ള ഫംഗസ് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ പ്രോട്ടോപ്ലാസം എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ സൈറ്റോപ്ലാസും ന്യൂക്ലിയസും ചേരുന്നതിനെയാണ് നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു സെല്ലിലെ പ്രോട്ടോപ്ലാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈറ്റോപ്ലാസം പ്ലസ് ന്യൂക്ലിയസ്, അതാണ് പ്രോട്ടോപ്ലാസം. അപ്പോൾ ഈ 2 ഹൈഫയുടെയും പ്ലസ് സ്ട്രെയിനിൻ്റെയും മൈനസ് സ്ട്രെയിനിൻ്റെയും പ്രോട്ടോപ്ലാസംസ് തമ്മിലാണ് ആദ്യം എന്ത് ചെയ്യുന്നത്? ഫ്യൂസ് ചെയ്യുന്നത്.
ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാസ്മോഗമി എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസ്മോഗമി സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതിലെ രണ്ടിലെയും ഈ രണ്ട് സ്ട്രെയിനിലെയും ന്യൂക്ലിയസ് തമ്മിൽ അടുത്തടുത്ത് വരും. ഓക്കെ, അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കാരിയോഗമി. അപ്പോൾ ഓൾറെഡി ന്യൂക്ലിയസ് രണ്ടും അടുത്തടുത്ത് വന്നു കഴിഞ്ഞു. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്യും. ഓക്കെ, അതിനാണ് നമ്മൾ കാരിയോഗമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാരിയോഗമി കഴിഞ്ഞുണ്ടാകുന്നത് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ആയിരിക്കും അല്ലേ, കാരണം വന്ന പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്ട്രെയിൻ എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആയിരുന്നു. അതിൽ നിന്ന് വരുന്ന ന്യൂക്ലിയസും ഹാപ്ലോയിഡ് ആയിരിക്കും. അതിനുശേഷം അത് രണ്ടും തമ്മിൽ ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ആയിരിക്കും. ഓക്കെ, പിന്നെ ഈ ഡിപ്ലോയിഡ് സൈഗോട്ട് എന്ത് ചെയ്യും, ഫ്രൂട്ടിംഗ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫ്രൂട്ടിംഗ് ബോഡി മിയോസിസിന് വിധേയമായിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, ഹാപ്ലോയിഡ് സ്പോർസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഡിപ്ലോയിഡ് സൈഗോട്ട് മിയോസിസിന് ഫ്രൂട്ടിംഗ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം അത് മിയോസിസിന് അണ്ടർഗോ ചെയ്യുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു, അതിൽ ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാകും. എന്നിട്ട് സ്പോർസിൽ നിന്ന് എന്തുണ്ടാവും, വീണ്ടും ഫംഗസ് ഉണ്ടാവും അല്ലേ. സോ അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ 3 സ്റ്റേജസ്. അത് നമുക്ക് ഈ ഫിഗർ നോക്കി അറിയാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ചില ഇതിൽ തന്നെ ചില ഗ്രൂപ്പിൽ, ആസ്കോമൈസിറ്റ്സ്, ബസീഡിയോമൈസിറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഈ പ്ലാസ്മോഗമി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്ലാസ്മോഗമി എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും പ്രോട്ടോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ ഫ്യൂസ് ചെയ്തിരിക്കുക എന്ന് വെച്ചാൽ രണ്ടിൻ്റെയും ന്യൂക്ലിയസ് ഒറ്റ സെല്ലിനുള്ളിലായിരിക്കും വരിക അല്ലേ. അപ്പോൾ ഒരു സെല്ലിനകത്ത് 2 ന്യൂക്ലിയസ് ഉള്ള സ്റ്റേജ്, അതിനെയാണ് നമ്മൾ ഡൈകാരിയോട്ടിക് സ്റ്റേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൈകാരിയോൺ എന്ന കണ്ടീഷനെ നമ്മൾ പറയും. അല്ലെങ്കിൽ ആ ഫേസിനെ നമ്മൾ ഡൈകാരിയോ ഫേസ് എന്ന് പറയും. ഓക്കെ, അങ്ങനെ ഒരു ഡൈകാരിയോ ഫേസിൽ ചിലപ്പോൾ കുറച്ചു കാലം ഉണ്ടാവും. സോ അപ്പോൾ അത് ഉള്ളത് ആസ്കോമൈസൈറ്റ്സിലും ബസീഡിയോമൈസൈറ്റ്സിലും ആണ് ഈ ഒരു ഇന്റർവെനിങ് സ്റ്റേജ് ഉള്ളത്. എന്താണ് സംഭവിക്കുക, അവിടെ പ്ലാസ്മോഗമി കഴിയുമ്പോൾ, അത് പ്രോട്ടോപ്ലാസംസ് ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സെല്ലിൽ 2 ന്യൂക്ലിയസ്, അങ്ങനെ ഒരു ഡൈകാരിയോൺ സ്റ്റേജിൽ അത് കുറച്ചു കാലം നിൽക്കും. അതിനുശേഷം ആണ് പിന്നെ എന്ത് നടക്കുക, കാരിയോഗമിയും മിയോസിസും ഒക്കെ നടക്കുന്നത്. ഓക്കെ, അത് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ നോക്കാം, ഒരു നെഗറ്റീവ് മേറ്റിംഗ് ടൈപ്പും പോസിറ്റീവ് മേറ്റിംഗ് ടൈപ്പും 2 ഫംഗസ് തമ്മിൽ വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പ്ലാസ്മോഗമി നടക്കുന്നു. അതായത് അതിന്റെ പ്രോട്ടോപ്ലാസംസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. ഫ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത് ഉണ്ടാകുന്നത് ഡൈകാരിയോട്ടിക് മൈസീലിയം ആയിരിക്കും. ഓക്കെ, കാരണം ഓരോ സെല്ലിലും 2 ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റേജ് ആണ് ഫോം ചെയ്യുക. അതിനുശേഷം എന്താ ചെയ്യുന്നത്, ഇത് ഫ്രൂട്ടിംഗ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യും. ഫ്രൂട്ടിംഗ് ബോഡി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് അത് എന്താണ്, ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുക. അതാണ് കാരിയോഗമി എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് തമ്മിൽ ഫ്യൂസ് ചെയ്ത് ഒരു ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവും. അതാണ് മിയോസിസിന് വിധേയമാകുന്നത്. മിയോസിസ് ഉണ്ടായി നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ഹാപ്ലോയിഡ് സ്പോർസ് ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനി നമ്മൾ പഠിക്കുന്നത് കിങ്ഡം ഫഞ്ചയുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കിങ്ഡം ഫഞ്ചയുടെ ക്ലാസിഫിക്കേഷൻ എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്, മോർഫോളജി ഓഫ് ദ മൈസീലിയം, മൈസീലിയത്തിന്റെ മോർഫോളജി, പിന്നെ സ്പോർ ഫോർമേഷന്റെ മോഡ് ഏതാണ്, ഫ്രൂട്ടിംഗ് ബോഡി എങ്ങനെയുള്ളതാണ്, അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് കിങ്ഡം ഫഞ്ചയുടെ ക്ലാസിഫിക്കേഷൻ നടത്തിയിരിക്കുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദി മോർഫോളജി ഓഫ് ദ മൈസീലിയം, മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ ആൻഡ് ഫ്രൂട്ടിംഗ് ബോഡീസ്, കിങ്ഡം ഫഞ്ചൈ ആർ ഡിവൈഡഡ് ഇൻറ്റു 4 ക്ലാസ്സസ്. ഏതൊക്കെയാണ് ആ ക്ലാസ്സസ്? ഫൈക്കോമൈസിറ്റ്സ്, ആസ്കോമൈസിറ്റ്സ്, ബസീഡിയോമൈസിറ്റ്സ് ആൻഡ് ഡിറ്റിഡിയോമൈസിറ്റ്സ്. ഇങ്ങനെ 4 ക്ലാസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 4 ക്ലാസ്സും എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന ഫൈക്കോമൈസിറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഫൈക്കോമൈസിറ്റ്സ് എന്ന് പറയുന്നത് അക്വാറ്റിക് ഹാബിറ്റേറ്റ്സിലാണ് കാണുന്നത്. അതുപോലെ തന്നെ ഡീക്കേയിങ് വുഡ് മെറ്റീരിയൽസിൽ കാണപ്പെടുന്നുണ്ട്, ഡീക്കേയിങ് ഓർഗാനിക് മെറ്റീരിയൽസിൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്, അത് കംപ്ലീറ്റ് പാരസൈറ്റ് ആയിട്ട് ചില പ്ലാന്റ്സിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്ലാന്റ്സിൽ ഒബ്ലിഗേറ്റ് പാരസൈറ്റ്സ് ആയിട്ട് കാണും, അക്വാറ്റിക് ഹാബിറ്റേറ്റ്സിൽ കാണും, പിന്നെ ഡീക്കേയിങ് മെറ്റീരിയൽസിന്റെ പുറത്തും കാണാറുണ്ട്. പിന്നെ ഇതിന്റെ മൈസീലിയം എന്ന് പറയുന്നത് അസെപ്റ്റേറ്റ് ആണ്, സീനോസൈറ്റിക് ആണ്. അപ്പൊ അസെപ്റ്റേറ്റ് മീൻസ് സെപ്റ്റം ഇല്ല, അതുകൊണ്ട് തന്നെ അത് സീനോസൈറ്റിക് ആയിരിക്കും. അങ്ങനത്തെ മൈസീലിയം ആണ് ഫൈക്കോമൈസിറ്റ്സിനുള്ളത്. ഇനി അതിന്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സ്പോർസ് വഴിയാണ്. ഏതൊക്കെയാണ് സ്പോർസ്? സൂസ്പോർസും അപ്ലാനോസ്പോർസും. സൂസ്പോർസും അപ്ലാനോസ്പോർസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സൂസ്പോർസ് മോട്ടൈൽ ആയിരിക്കും, അപ്ലാനോസ്പോർസ് നോൺ മോട്ടൈൽ ആയിരിക്കും. ഓക്കെ, സൂസ്പോർസിന് മൂവ് ചെയ്യാൻ പറ്റും, അപ്ലാനോസ്പോർസിന് മൂവ് ചെയ്യാൻ പറ്റില്ല. സോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഹാപ്പൻസ് ബൈ സൂസ്പോർസ് ആൻഡ് അപ്ലാനോസ്പോർസ്. ഇനി ഈ സ്പോർസ് ഫോം ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിന്റെ ഉള്ളിലായിരിക്കും. അതാണ് നമ്മൾ എൻഡോജീനസ്ലി എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സ്പൊറാഞ്ചിയം. അപ്പോൾ സ്പൊറാഞ്ചിയത്തിനുള്ളിലാണ് ഈ സ്പോർസ് ഫോം ചെയ്യുന്നത്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന സ്പോർസ് ആണ് സൈഗോസ്പോർസ്.
സൈഗോസ്പോസ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ച ഈവൻസ് വഴി തന്നെയാണ്. അതായത് പ്ലസ് ആൻഡ് മൈനസ് സ്ട്രെയിൻ വരുന്നു, പ്ലാസ്മോഗമി നടക്കുന്നു, കാരിയോഗമി നടക്കുന്നു, അങ്ങനെ ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകുന്നു, അങ്ങനെ ഫോം ചെയ്യുന്ന സ്പോസ് ആണ് സൈഗോസ്പോസ്. ഓക്കെ, അപ്പോൾ ഫൈക്കോമൈസെറ്റ്സിലെ സെക്ഷൽ സ്പോസ് എന്ന് പറയുന്നത് സൈഗോസ്പോസ് ആണ്. ഇനി അത് ഗാമിറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞത് ഒരുപോലെയുള്ള മോർഫോളജിയിൽ ഒന്നുപോലെയുള്ള ഗാമിറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യാം, അതിനെ നമ്മൾ ഐസോഗാമസ് എന്ന് പറയും. ഇനി മോർഫോളജി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗാമിറ്റ്സ് തമ്മിലും ഫ്യൂസ് ചെയ്യാം, അതിനെ അനൈസോഗാമസ് അല്ലെങ്കിൽ ഊഗാമസ് എന്ന് പറയും. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഹ്യൂമൻ ബീങ്സിൽ പറയല്ലേ, ഇപ്പോൾ എഗ്ഗും സ്പേമും, എഗ്ഗിൻ്റെ ഷേപ്പ് റൗണ്ട് ആണ്, അതേസമയം സ്പേമിൻ്റെ ഷേപ്പ് നമുക്കറിയാമല്ലോ ഡിഫറെൻ്റ് ആണ്, റൗണ്ട് അല്ല. സോ അങ്ങനെ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പുള്ള ഗാമിറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ അനൈസോഗാമസ് അല്ലെങ്കിൽ ഊഗാമസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള മോർഫോളജി ഉള്ള ഗാമിറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്താൽ നമ്മൾ ഐസോഗാമസ് എന്നും പറയും. ഇനി ഫൈക്കോമൈസെറ്റ്സിന് എക്സാമ്പിൾ ആണ് മ്യൂക്കർ, അതുപോലെ തന്നെ റൈസോപ്പസ്. പിന്നെ റൈസോപ്പസ് ആണ് നമ്മളെ ബ്രെഡ് മൗൾ, ബ്രെഡിൽ കാണുന്ന ഫംഗസ് എന്താണ്, റൈസോപ്പസ് ആണ്. അതുപോലെ തന്നെ ആൽബ്യൂഗോ എന്ന് പറയുന്ന ഇറ്റ്സ് എ പാരസൈറ്റിക് ഫംജി ഓൺ മസ്റ്റാർഡ്, മസ്റ്റാർഡിന്റെ പുറത്ത് വരുന്ന ആ ഒരു പാരസൈറ്റിക് ഫംജയാണ് ആൽബ്യൂഗോ എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഇത് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇത് മ്യൂക്കർ ആണ്, അതുപോലെ തന്നെ ഇത് ബ്രെഡിന്റെ പുറത്ത് വളരുന്ന റൈസോപ്പസ് എന്ന് പറയുന്ന ഫംഗസ് ആണ്. പിന്നെ ഇത് അതായത് ഈ ഇലയിൽ ഈ വൈറ്റ് സ്പോട്ട്സ് കാണുന്നത് ആക്ച്വലി ഫംഗൽ ഇൻഫെക്ഷൻ കാരണം വരുന്ന അസുഖമാണ്. ഓക്കെ, സോ അത് കോസ് ചെയ്യുന്നത് ആരാണ്, ആൽബ്യൂഗോ എന്ന് പറയുന്ന ഫംഗസ് ആണ്. ഓക്കെ, സോ അത്രയൊക്കെയാണ് ഫൈക്കോമൈസെറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ആസ്കോമൈസെറ്റ്സിനെ കുറിച്ചിട്ടാണ്. ആസ്കോമൈസെറ്റ്സിനെ നമ്മൾ സാക് ഫംജി എന്ന് വിളിക്കാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് നമ്മൾ അങ്ങോട്ട് പഠിക്കും. അപ്പോൾ സാക് ഫംജി എന്ന് വിളിക്കുന്ന ഫംഗസിലെ ഗ്രൂപ്പ് ഏതാണ്, ആസ്കോമൈസെറ്റ്സ്. ഓക്കെ, ആസ്കോമൈസെറ്റ്സിൽ യൂണിസെല്ലുലാർ ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഫോംസും ഉണ്ട്. യൂണിസെല്ലുലാർ ഏതായിരിക്കും, ഈസ്റ്റ് അല്ലെങ്കിൽ സക്കാരോമൈസസ് എന്ന് പറയുന്ന ഓർഗാനിസം ആണ് യൂണിസെല്ലുലാർ. ബാക്കി എല്ലാ ആസ്കോമൈസെറ്റ്സും മൾട്ടി സെല്ലുലാർ ആണ്. എക്സാമ്പിൾ പെൻസിലിയം. ഓക്കെ, ഇനി ഇതിന്റെ മോഡ് ഓഫ് ന്യൂട്രീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സാപ്രോഫൈറ്റിക് ഉണ്ട്, ഡീകമ്പോസസ് ഉണ്ട്, പാരസൈറ്റിക് ഉണ്ട്, കോപ്രോഫിലസ്. കോപ്രോഫിലസ് എന്ന് പറയുമ്പോൾ ഗ്രോയിങ് ഓൺ ഡങ്, അതായത് ചാണകത്തിലൊക്കെ വളരുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ കോപ്രോഫിലസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആസ്കോമൈസെറ്റ്സിന്റെ ന്യൂട്രീഷൻ നോക്കുകയാണെങ്കിൽ എങ്ങനത്തെ ഓർഗാനിസംസ് ആണുള്ളത്, സാപ്രോഫൈറ്റിക് ഉണ്ട്, ഡീകമ്പോസസ് ഉണ്ട്, പാരസൈറ്റിക് ഉണ്ട്, കോപ്രോഫിലസ് ഉണ്ട്. ഇനി ഇതിന്റെ മൈസീലിയം എന്ന് പറയുന്നത് ബ്രാഞ്ച്ഡ് ആണ്, സെപ്റ്റേറ്റ് ആണ്. ഓക്കെ, നമ്മൾ ഫൈക്കോമൈസെറ്റ്സിൽ പഠിച്ചത് അത് അസെപ്റ്റേറ്റ് ആണെന്നാണ്. ആസ്കോമൈസെറ്റ്സിൽ അത് സെപ്റ്റേറ്റ് ആണ്, ബ്രാഞ്ച്ഡ് ആണ്. ഓക്കെ, അതിന്റെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഏത് വഴിയാണ്, സ്പോസ് യൂസ് ചെയ്തിട്ടാണ്. ആ സ്പോസിനെ പറയുന്ന പേരാണ് കൊനീഡിയ. ഓക്കെ, സോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് കൊനീഡിയ എന്ന് പറയുന്ന സ്പോസ് വഴിയാണ്. ഈ സ്പോസ് ഉണ്ടാകുന്നത് എക്സോജീനസ്ലി, അതായത് പുറത്തായിട്ടാണ്, ഓൺ സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ്, ഓൺ സ്പെഷ്യൽ മൈസീലിയം കാൾ കൊനീഡിയോഫോഴ്സ്. അപ്പൊ കൊനീഡിയോഫോഴ്സ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ മൈസീലിയത്തിന്റെ പുറത്തായിട്ടാണ് കൊനീഡിയ ഫോം ചെയ്യുന്നത്. ഓക്കെ, അത് ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ഈ സ്പോട്ട് ആയിട്ട് കാണുന്നതാണ് കൊനീഡിയ സ്പോസ്. ഓക്കെ, അത് പുറത്താണ് കാണുന്നത് അല്ലേ. ഇനി ഈ കൊനീഡിയ ഫോർ എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു സ്പെഷ്യൽ മൈസീലിയത്തിനെയാണ് നമ്മൾ കൊനീഡിയ ഫോർ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്, കൊനീഡിയ ഫോറിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്, കൊനീഡിയ ഫോം ചെയ്യുന്നത്. ഇനി അതിന്റെ സെക്ഷൽ സ്പോർ എന്ന് പറയുന്നത് ആസ്കോസ്പോസ് ആണ്. ആസ്കോസ്പോസ് ഫോം ചെയ്യുന്നത് എൻഡോജീനിയസ്ലി ഇൻ എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ, അതിനെയാണ് ആസ്കെ എന്ന് പറയുന്നത്. ഓക്കെ, ആ സാക്കിനെയാണ് നമ്മൾ ആസ്കെ എന്ന് പറയുന്നത്. അപ്പൊ ആസ്കെ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സാക്ക് ലൈക്ക് സ്ട്രക്ചറിനകത്താണ്, അതാണ് എൻഡോജീനിയസ്ലി സാക്ക് ലൈക്ക് സ്ട്രക്ചറിനുള്ളിലാണ് ആസ്കോസ്പോസ് ഫോം ചെയ്യുന്നത്. അങ്ങനെ ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചറിനകത്ത് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്, സാക് ഫംജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ആസ്കെ എല്ലാം കൂടി ഒരു സെപ്പറേറ്റ് ഒരു പെർട്ടിക്കുലർ രീതിയിൽ ഡിഫറെന്റ് ടൈപ്സിൽ അറേഞ്ച് ചെയ്തിട്ടാണ് ഫ്രൂട്ടിംഗ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ആസ്കോ കാർപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദീസ് ആസ്കെ ആർ അറേഞ്ച്ഡ് ഇൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ടിംഗ് ബോഡീസ് കോൾഡ് ആസ്കോ കാർപ്സ്. അപ്പോൾ ആസ്കെ എല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സ്ട്രക്ചർ, ആ ഫ്രൂട്ടിംഗ് ബോഡിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആസ്കോസ്പോസ് എന്ന് പറയുന്നത്. അത് ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. അതായത് ഇപ്പോൾ ചിലത് ഈ ഒരു ഫോമിലായിരിക്കും അതിന്റെ ഫ്രൂട്ടിംഗ് ബോഡി കാണുക, ചിലത് ഇങ്ങനെയായിരിക്കും. പിന്നെ ഇതെന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ഈസ്റ്റ് ആണ്. സോ അതിന്റെ സാക്ക് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഈ ആസ്കെ എല്ലാം ഫ്രൂട്ടിംഗ് ബോഡിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അതിനാണ് നമ്മൾ ആസ്കോ കാർപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് ആസ്കസിലാണ് എന്ത് ഫോം ചെയ്യുന്നത്, ആസ്കോസ്പോസ് ഫോം ചെയ്യുന്നത്. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്.
ഓക്കെ. ഇനി ആസ്കോമൈസെറ്റ്സിന് എക്സാമ്പിൾ ആണ് എന്ത്? ആസ്പെർജില്ലസ്, ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ. ഈ ന്യൂറോസ്പോറ എന്ന് പറയുന്ന ഓർഗാനിസം ആണ്, ഫംഗസിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബയോകെമിക്കൽ അല്ലെങ്കിൽ ജനറ്റിക് വർക്കപ്പിന് ലാബിൽ യൂസ് ചെയ്യുന്ന ഫംഗൈ എന്ന് പറയുന്നത് ന്യൂറോസ്പോറയാണ്. ഓക്കെ. സോ ജനറ്റിക് സ്റ്റഡീസിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫംഗസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓർഗാനിസം എന്ന് പറയുന്നത് ന്യൂറോസ്പോറയാണ്. ഓക്കെ. And many members like morels and buffels are edible and are considered delicacies. So ഇത് edible ആയിട്ടുള്ള ഫംഗസും ഈ ആസ്കോമൈസെറ്റ്സിൽ ഒരുപാടുണ്ട്. ഓക്കെ. സോ അതാണ് ആസ്കോമൈസെറ്റ്സ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ബസീഡിയോമൈസെറ്റ്സിനെ കുറിച്ചിട്ടാണ്. ബസീഡിയോമൈസെറ്റ്സിൽ വരുന്ന ഡിഫറെൻറ്റ് ഫോംസ് ആണ് മഷ്റൂംസ്, ബ്രാക്കറ്റ് ഫംഗൈ, പഫ് ബോൾസ്. അപ്പോൾ ഈ ഫിഗർ നോക്കി അറിയുന്നത് നമ്മൾ സാധാരണ കാണുന്ന മഷ്റൂംസ് ആണ്. ഇത് നമ്മൾ കണ്ടിട്ടുണ്ട് മരത്തിൻ്റെ പുറത്തൊക്കെ ഈ ടൈപ്പ് ഓഫ് ഫംഗസിനെ. സോ ഇതാണ് ബ്രാക്കറ്റ് ഫംഗൈ. സോ അടുത്തൊരു ടൈപ്പാണ് പഫ് ബോൾസ്. പഫ് ബോൾസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡി ഈ ടൈപ്പ് ആയിരിക്കും. സോ ഇതാണ് പഫ് ബോൾസ്. സോ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ഫോംസ് എല്ലാം വരുന്നത് ബസീഡിയോമൈസെറ്റ്സിലാണ്. സോ മഷ്റൂംസ്, ബ്രാക്കറ്റ് ഫംഗൈ, പഫ് ബോൾസ് ഇതെല്ലാം വരുന്ന കാറ്റഗറിയാണ് ബസീഡിയോമൈസെറ്റ്സ്. ഇതിൻ്റെ ഹാബിറ്റേറ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഗ്രോസ് ഇൻ സോയിൽ, ഓൺ ലോഗ്സ് ആൻഡ് ട്രീ സ്റ്റെംസ്. പിന്നെ ലിവിങ് പ്ലാന്റ് ബോഡീസിൽ പാരസൈറ്റ്സ് ആയിട്ട് വളരുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് റസ്റ്റ്, സ്മഡ്. ഇപ്പോൾ പ്ലാന്റിൽ കോസ് ചെയ്യുന്ന റസ്റ്റ്, സ്മഡ് ഇതൊക്കെ കോസ് ചെയ്യുന്ന ഫംഗസ് എന്ന് പറയുന്നത് ബസീഡിയോമൈസെറ്റ്സിൽ വരുന്ന കാറ്റഗറിയാണ്. ഇനി ഇതിൻ്റെ മൈസീലിയം നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രാഞ്ച്ഡ് ഉണ്ട്, സെപ്റ്റേറ്റ് ഉണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇതിൽ കാണുന്നില്ല. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ മീൻസ് ഓഫ് സ്പോർസ് ഇതിലില്ല, ബസീഡിയോമൈസെറ്റ്സിൽ ഇല്ല. പകരം വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ ആണ് കോമൺ. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ. അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ സെക്ഷൽ ഓർഗൻസ് ആബ്സെന്റ് ആണ്. പിന്നെ അതിൽ സെക്ഷൽ ഈവൻസ് എന്ന് പറയുമ്പോൾ പ്ലാസ്മോഗമി നടക്കും. അതായത് കോമ്പാറ്റബിൾ സ്ട്രെയിൻസ് വന്നിട്ട് അതിൻ്റെ പ്രോട്ടോപ്ലാസംസ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്ലാസ്മോഗമി. അത് കഴിഞ്ഞിട്ട് അതൊരു ഡൈക്കാരിയോട്ടിക് സ്റ്റേജിലേക്ക് പോകും. ആ ഡൈക്കാരിയോട്ടിക് സ്ട്രക്ചറിൽ നിന്ന് ഫോം ചെയ്യുന്നതാണ് ബസീഡിയം. ഓക്കെ. സോ ദ റിസൾട്ടന്റ് സ്ട്രക്ചർ ഈസ് ഡൈക്കാരിയോട്ടിക് which ultimately give rise to basidium. അപ്പോൾ ഡൈക്കാരിയോൺ സ്റ്റേജിൽ അത് ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് ബസീഡിയം, റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അതിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യുന്നത്? പിന്നെ കാരിയോഗമിയും മിയോസിസും ഒക്കെ നടന്നിട്ടാണ് ബസീഡിയോസ്പോർസ്, സെക്ഷൽ സ്പോർസ് ആയ ബസീഡിയോസ്പോർസ് ഫോം ചെയ്യുന്നത്. ഓക്കെ. സോ പ്ലാസ്മോഗമി നടക്കുന്നു, അതിനുശേഷം ഡൈക്കാരിയോട്ടിക് സ്റ്റേജിലേക്ക് പോകുന്നു, അതിൽ നിന്ന് ബസീഡിയം ഫോം ചെയ്യുന്നു. ബസീഡിയം എന്ന് പറയുന്നതാണ് എൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അതിനുള്ളിൽ വെച്ചിട്ടാണ് കാരിയോഗമി, മിയോസിസ് ഒക്കെ നടക്കുന്നത്. അങ്ങനെ സെക്ഷൽ സ്പോർസ് ആയ ബസീഡിയോസ്പോർസ് ഫോം ചെയ്യുന്നു. അപ്പോൾ ഈ ബസീഡിയോസ്പോർസ് ഫോം ചെയ്യുന്നത് എക്സോജീനസ്ലി ആണ് ഓൺ ദി ബസീഡിയം. ബസീഡിയത്തിലാണ് എക്സോജീനസ്ലി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ ബസീഡിയം എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സ്ട്രക്ചറിനെയാണ് ബസീഡിയോ കാർപ്പ് എന്ന് പറയുന്നത്. സോ ദ ബസീഡിയ ആർ അറേഞ്ച്ഡ് ഇൻ ഫ്രൂട്ടിംഗ് ബോഡീസ് കാൾഡ് ബസീഡിയോ കാർപ്സ്. അപ്പോൾ ബസീഡിയം എല്ലാം അറേഞ്ച് വെച്ചേക്കുന്ന ഫ്രൂട്ടിംഗ് ബോഡീസിന് പറയുന്ന പേരാണെന്ത്? ബസീഡിയോ കാർപ്പ്. സോ അത് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാക്കാം. സോ ഇതാണ് ബസീഡിയോസ്പോർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പുറത്തായിട്ടാണ് ഫോം ചെയ്തേക്കുന്നത് അല്ലേ, നമ്മൾ എക്സോജീനസ്ലി എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ബസീഡിയോസ്പോർസ്. പിന്നെ അത് ഫോം ചെയ്യുന്ന സ്ട്രക്ചറാണ് ബസീഡിയം. ഓക്കെ. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് അഗാരിക്കസ് ആണ്. അഗാരിക്കസ് നമ്മൾ പറഞ്ഞ എഡിബിൾ മഷ്റൂം ആണ് അഗാരിക്കസ്. പിന്നെ സ്മോട്ട് കോസ് ചെയ്യുന്ന അസ്റ്റിലാഗോ, പിന്നെ റസ്റ്റ് കോസ് ചെയ്യുന്ന പക്സീനിയ. ഓക്കെ. ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ. അഗാരിക്കസ്, അസ്റ്റിലാഗോ, പക്സീനിയ. ഓക്കെ. പിന്നെ ഈ ഫിഗർ നോക്കിയാൽ കാണാം ബസീഡിയം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ഈ ബസീഡിയോ കാർപ്പ്. അതുപോലെ തന്നെ ഇതിലെ ഓരോ സ്ട്രക്ചറിനെയും പറയുന്നതാണ് ബസീഡിയം. അതിൻ്റെ അറ്റത്തായിട്ട് എൻഡിലായിട്ട് ബസീഡിയോസ്പോർസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. സോ ഇതൊക്കെയാണ് ബസീഡിയോമൈസെറ്റ്സിൻ്റെ പ്രത്യേകതകൾ. കിങ്ഡം ഫംഗൈയിൽ വരുന്ന അടുത്ത കാറ്റഗറിയാണ് ഡ്യൂട്ടീരിയോമൈസെറ്റ്സ്. ഡ്യൂട്ടീരിയോമൈസെറ്റ്സിനെ നമ്മൾ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് വിളിക്കാറുണ്ട്. ഇംപെർഫെക്റ്റ് ഫംഗൈ. ഓക്കെ. അതിന് കാരണം എന്താണ്? അതിൻ്റെ ലൈഫ് സൈക്കിളിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല. only asexual and vegetative phases മാത്രമേ ഉള്ളൂ. ഓക്കെ. സോ ഡ്യൂട്ടീരിയോമൈസെറ്റ്സിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ സ്റ്റേജ് ഇല്ല. only asexual and vegetative reproduction മാത്രമാണ് ഉള്ളത്. സോ അതുകൊണ്ടാണ് അതിനെ ഇംപെർഫെക്റ്റ് ഫംഗൈ എന്ന് വിളിക്കുന്നത്. ഇനി ഡ്യൂട്ടീരിയോമൈസെറ്റ്സിൻ്റെ മൈസീലിയം നമ്മൾ നോക്കുകയാണെങ്കിൽ സെപ്റ്റേറ്റ് ആണത്, ബ്രാഞ്ച്ഡ് ആണ്. ഇനി ഇതിലെ മെമ്പേഴ്സ് കൂടുതലും സാപ്രോഫൈറ്റ്സും പാരസൈറ്റ്സും ആണ്. ആൻഡ് ലാർജ് നമ്പർ ഓഫ് ദം ആർ ഡീകമ്പോസേഴ്സ്. ഓക്കെ. കൂടുതലും ഡീകമ്പോസേഴ്സ് ആണ്. ഡീകമ്പോസേഴ്സ് ഓഫ് ലിറ്റർ ആൻഡ് ഹെൽപ്പ് ഇൻ മിനറൽ സൈക്ലിംഗ്. ഓക്കെ. സോ അതാണ് അതിൻ്റെ മോഡ് ഓഫ് ന്യൂട്രീഷനെ കുറിച്ച് പറയുകയാണെങ്കിലുള്ള കാര്യങ്ങൾ.
ഇനി അതിന്റെ എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് Alternaria, Calectotrichum, Trichoderma. ഓക്കെ, Alternaria, Calectotrichum and Trichoderma. സോ ഇതാണ് Deuteriomycetesന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. അങ്ങനെ നമ്മൾ കിങ്ഡം ഫംഗിയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു എവരിവൺ.